ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമ്മർ മസ്ക് മെലൺ റെസിപ്പിയാണ്. മസ്ക് മെലൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ തൈക്കുമ്പളം, ഷമാം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് ആദ്യം നടുക്ക് ഒന്ന് മുറിച്ച് ഇതിലെ കുരു ഉള്ള ഭാഗം ഇങ്ങനെ വെട്ടിക്കളയും. അതിനുശേഷം ഇത് ചെറുതായി അരിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ മറ്റ് പലതരം പഴങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ബനാന, അതല്ലെങ്കിൽ മാംഗോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാംഗോ ആണുള്ളത്. നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിന് വളരെ ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ അത്ര പഴുത്ത മാങ്ങ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പഴുപ്പ് കുറവുള്ള മാങ്ങയാണ്. ഇപ്പോൾ നമ്മളിതിനെ ചെറുതായി കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ കുരുവുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സ്കിൻ കളഞ്ഞ് പിന്നെ ചെറിയ ക്യൂബ്സായിട്ട് നമ്മൾ അരിഞ്ഞ് മിക്സിയിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. നമുക്ക് സ്കിന്ന് കളയാം, എന്നിട്ടിങ്ങനെ ക്യൂബ്സായിട്ട് അതിനെ അരിയാം. ക്യൂബ്സായിട്ട് നമ്മൾ ഇതിനെ അരിഞ്ഞു. ഇനി മിക്സിയിലേക്ക് ഇടുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഈ മസ്ക് മെലൺ ക്യൂബ്സിൻ്റെ അകത്തേക്ക് മാംഗോ ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങയായിരിക്കും നല്ലത്. ചെറിയ ക്യൂബ്സായിട്ട് അരിയുക, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അടിച്ച് കിട്ടുന്നതായിരിക്കും. പണ്ടൊക്കെ ഈ സ്ലൈസിൻ്റെ പരസ്യത്തിലൊക്കെ മാങ്ങ ഇങ്ങനെ വെട്ടുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെട്ടി നോക്കിയത്. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് മാങ്ങ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. നല്ല പഴുത്ത മാങ്ങയായിരിക്കും നല്ലത്. മാംഗോ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. വേനൽക്കാലത്തൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആയിട്ട് നമുക്കിതിനെ കുടിക്കാം. ഇതിലേക്ക് നമ്മൾ പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാല് ഫ്രീസറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രോസൺ ആയിട്ടുള്ള പാലിൻ്റെ ക്യൂബ്സും കുറച്ച് പാലും കൂടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പ് പാലാണ് ഞാനിവിടെ ഒരു മസ്ക് മെലനും ഒരു മാംഗോയ്ക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ മാംഗോ, ഒരു മസ്ക് മെലൻ, 1 കവർ പാല്. ഇത്രയും ഒരു 3 പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഇത്രയും മതിയായിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണുള്ളത്: പാല്, മസ്ക് മെലൺ, മാംഗോ. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ചിയ സീഡ്സ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.